നമ്മളിത് പരിശോധിക്കുന്നത് നമ്മൾ പല ആളുകളും ഒളിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്ഥലങ്ങൾ ഒളിഞ്ഞു നോക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അയാളുടെ ദൃശ്യങ്ങൾ പകർത്താൻ, അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിങ്ങിന് പോകുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തുള്ള ദൃശ്യങ്ങൾ പകർത്താനൊക്കെ ഉണ്ടാകും. പലപ്പോഴും നമ്മൾ അയാൾ കാണുന്ന രീതിയിൽ ദൃശ്യങ്ങൾ പകർത്തിയാൽ ചിലപ്പോൾ അയാൾ നമുക്ക് അനുവാദം തരില്ല. എന്നാൽ ആരും അറിയാതെ രഹസ്യമായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങളുടെ പോക്കറ്റിലോ മറ്റോ ഇട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതായത് രഹസ്യമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ആവശ്യമാണ്. കാരണം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച അർത്ഥത്തിൽ ഒരു സൗകര്യം നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു ആപ്പ് ആവശ്യമാണ്. ചെറിയൊരു ആപ്പാണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 2 ആപ്പ് ഇൻസ്റ്റാൾ ആകും. രണ്ടും ഒരേ ആപ്പാണ്. നിങ്ങൾ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റത് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 2 ആപ്പ്. ഒന്ന് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ എന്നുള്ള ഈ ഭാഗത്ത് 2 ആപ്പ് കാണാൻ സാധിക്കും. നിങ്ങളിതിൽ ബ്ലൂ കളറുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ബ്ലൂ കളർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ ഒരു അക്സെപ്റ്റ് പെർമിഷൻ കൊടുക്കാനുണ്ട്. ഇവിടെ 3 പെർമിഷന് വേണ്ടി നമ്മൾ അക്സെപ്റ്റ് കൊടുക്കുക. ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് ഈ 3 പെർമിഷൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഇതുപോലെ ഓവർലേ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ആപ്പിൻ്റെ പേരിലുള്ള പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ഒരു പെർമിഷൻ ഇതുപോലെ എനേബിൾ ചെയ്ത് കൊടുത്ത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആപ്പിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇനി നമുക്ക് ആദ്യം തന്നെ സെറ്റിങ്സ് ഒന്ന് പരിശോധിക്കാം. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് 3 ഡോട്ട് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് സെറ്റിങ്സ് ഭാഗമുണ്ട്, അതിന് താഴെയായിട്ട് വീഡിയോ എഡിറ്റർ. നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് വീഡിയോ റെക്കോർഡിംഗ്. നിങ്ങൾ ഏതെങ്കിലും പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ അതിന് സമയം ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട, അത് ഈ ഒരു ആപ്പ് തന്നെ വീഡിയോ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നമുക്ക് ഇതെല്ലാം സെറ്റിങ്സ്, ഏറ്റവും മുകളിൽ സെറ്റിങ്സ് ഓപ്ഷൻ ഉണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഏറ്റവും മുകളിൽ ആദ്യം തന്നെ ലോങ് വീഡിയോ റെക്കോർഡിംഗ്, ഏറ്റവും വലിയ വീഡിയോകളൊക്കെ റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ടിക്ക് മാർക്ക് ചെയ്തുകൊണ്ട് സാധിക്കും. രണ്ടാമത്തെ വീഡിയോ ഡേറ്റ് ആൻഡ് ടൈം ഡിസ്പ്ലേ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടൈം കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ക്ലൗഡ് സ്റ്റോറേജ് ഗൂഗിൾ ഡ്രൈവിലേക്ക് ഇത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുക. നമ്മൾ ഇതുപോലെ മെയിൽ ഐ ഡി ചോദിക്കും, സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മെയിൽ ഐ ഡിയിലേക്ക് ഇതിൽ എല്ലാ വീഡിയോസും ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡാകും. അതുപോലെ സേവ് ഡ്രോപ്പ് ബോക്സിലേക്കും സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പഴയ ഫയലുകൾ, ഓൾഡ് ഫയലുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള, ലോക്കൽ ഫയലുകൾ ഡിലീറ്റ് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആക്ടിവേറ്റ് വോളിയം കീ. നമ്മൾ ഈ ഭാഗം ക്ലിക്ക് കഴിഞ്ഞാൽ വോളിയം കീ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ആക്ടിവേറ്റ് ദ വോളിയം കീ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ടേൺ ഓഫ് ക്യാമറ ബീപ്പ് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ടിക്ക് മാർക്ക് ചെയ്യരുത്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറയിൽ സൗണ്ട് വരും റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് നിങ്ങളുടെ ഈ രഹസ്യ ക്യാമറ കാണാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് ക്യാമറ ഭാഗത്ത് ഏത് ക്യാമറയാണ് വേണ്ടതെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ബാക്ക് ക്യാമറയാണോ അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയാണോ വേണ്ടതെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ക്യാമറ ഡയറക്ഷൻ അത് സെലക്ട് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഇനി ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ആപ്പ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ഇവിടെ ഇതുപോലെ എത്തിക്കഴിഞ്ഞാൽ താഴെ കാണുന്ന ഭാഗത്ത് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ക്യാമറ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ കൂടി നമ്മൾ ചെയ്യണം. നമുക്ക് ഏത് ഫോൾഡറിലാണ് ഈ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഫോൾഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി അല്ലെങ്കിൽ പുതിയൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ന്യൂ ഫോൾഡർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് എന്നൊരു ഫോൾഡർ ഇവിടെ ഓപ്പൺ ആകും. ജസ്റ്റ് താഴെ കാണുന്ന ഭാഗത്ത് യൂസ് ദ ഫോൾഡർ എന്ന് ക്ലിക്ക് ചെയ്താൽ അലോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ആ ഒരു ഫോൾഡറിലേക്കായിരിക്കും കാണാൻ സാധിക്കുക. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഈ ക്യാമറ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ സ്റ്റാർട്ട് ടൈം തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് ആണ്. പ്രത്യേകിച്ച് നമ്മളൊന്നും കാണില്ല, വീഡിയോ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ 10 സെക്കൻഡ് വീഡിയോ റെക്കോർഡിംഗ് ആണ്. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഒരു 3 ലൈന് കാണും മധ്യഭാഗത്ത്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്ത ആ വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാമറയുടെ ചിഹ്നം കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഈ റെക്കോർഡിംഗ് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ടായി. ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും ടൈം പോകുന്നത്. ഇവിടെ വീഡിയോ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേണമെങ്കിൽ അതും ഓഫ് ചെയ്ത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെ കാണാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.